ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോ ജനിച്ച പുൽത്തൊട്ടി. പ്രിയ സഹോദരി സഹോദരന്മാരെ, നമ്മുടെ ലോകരക്ഷകനായ ഈശോ മിശിഹ പിറന്നു വീണ പുൽത്തൊട്ടി വെറുമൊരു ചരിത്ര സംഭവത്തിന്റെ ഓർമ്മപ്പെടുത്തൽ മാത്രമല്ല, അത് ദൈവസ്നേഹത്തിന്റെയും എളിമയുടെയും പ്രത്യാശയുടെയും അനശ്വരമായ സന്ദേശമാണ് നമുക്ക് നൽകുന്നത്. ലോകം കാത്തിരുന്ന രാജാവിന്റെ പിറവി നടന്നത് രാജകൊട്ടാരത്തിലോ മനോഹരമായ ഭവനത്തിലോ ആയിരുന്നില്ല. തിരക്ക് കാരണം ഇടം കിട്ടാതെ വന്നപ്പോൾ ജോസഫും മറിയവും അഭയം തേടിയത് സാധാരണ കാലിത്തൊഴുത്തിലായിരുന്നു. ആ തൊഴുത്തിലെ പുൽത്തൊട്ടിയിലായിരുന്നു ലോകത്തിന്റെ പ്രകാശമായ ഉണ്ണിയേശു പിറന്നു വീണത്. ഈ എളിയ പിറവി നമുക്ക് നൽകുന്ന സന്ദേശം എന്താണ്? എളിമയുടെയും മഹത്വം. സ്വർഗവും ഭൂമിയും അടക്കി വാഴുന്ന ദൈവം ഏറ്റവും എളിയ രൂപത്തിൽ സാധാരണക്കാരായ മനുഷ്യരുടെ ഇടയിലേക്ക് ഇറങ്ങി വന്നു. അത് നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മഹത്വം എളിമയിലാണ് കുടികൊള്ളുന്നത് എന്നാണ്. സ്ഥാനമാനങ്ങളോ സമ്പത്തോ അല്ല, മറിച്ച് വിനയവും സ്നേഹവും ആണ് ഒരുവനെ ദൈവസന്നിധിയിലേക്ക് എത്തിക്കുന്നത്. ഈശോ പിറന്നത് രാജാക്കന്മാർക്ക് വേണ്ടിയല്ല, മറിച്ച് ആട്ടിടയന്മാർക്കും സാധാരണക്കാർക്കും വേണ്ടിയായിരുന്നു. പാവപ്പെട്ടവന്റെയും പാർശ്വവൽക്കരിക്കപ്പെട്ടവന്റെയും ഇടയിലേക്കാണ് അവിടുന്ന് ആദ്യമായി വന്നത്. നമ്മുടെ ജീവിതത്തിലെ ദുരിതങ്ങളെയും ഇല്ലായ്മകളെയും അവിടുന്ന് തൻ്റെതായി ഏറ്റെടുത്തു. പുൽത്തൊട്ടി ദാരിദ്ര്യത്തിന്റെയും ഇല്ലായ്മയുടെയും പ്രതീകമായി തോന്നാമെങ്കിലും ക്രിസ്തു സത്യത്തിൽ അത് പ്രത്യാശയുടെയും പുതിയ തുടക്കത്തിന്റെയും ഉറവിടമാണ്. അഴുക്കും ദുർഗന്ധവുമുള്ള ആ തൊഴുത്തിനെ ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് വിശദീകരിച്ചു. പുൽത്തൊട്ടി മനുഷ്യനെ തേടിയെത്തുന്ന ദൈവസ്നേഹത്തിന്റെ കേന്ദ്രമായി മാറ്റി. പരിപരുത്ത ആ പുല്ല് നമുക്ക് ജീവന്റെ അപ്പമായി തീരാനുള്ള ആദ്യത്തെ കിടക്കയായി. ഈ പുൽത്തൊട്ടി നമ്മോട് പറയുന്നത്, നിങ്ങൾ ആയിരിക്കുന്ന അവസ്ഥ എന്തു തന്നെയായാലും അവിടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഇരുളടഞ്ഞ കോണുകളിലേക്ക് രക്ഷകനായ ഞാൻ വെളിച്ചമായി വരും. പുൽത്തൊട്ടിയുടെ സന്ദേശം നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ ഓരോരുത്തരും വിളിക്കപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയമൊരുക്കാം. ഈശോയ്ക്ക് വേണ്ടി അന്ന് സ്ഥലം കൊടുക്കാതിരുന്ന സത്രക്കാരെ പോലെ നമ്മുടെ ഹൃദയത്തിന്റെ വാതിൽ അടച്ചു കളയരുത്. നമ്മുടെ ഹൃദയമാകുന്ന പുൽത്തൊട്ടി ഈശോയ്ക്ക് വേണ്ടി ഒരുക്കാം. എളിമയോടെ ജീവിക്കാം. ഈശോയുടെ സ്വർഗ സ്വാർത്ഥതകളെയും ഉപേക്ഷിക്കാം. ക്രിസ്തുവിന്റെ എളിമയുള്ള ജീവിതം അനുകരിക്കാം. സ്നേഹം പങ്കുവെക്കാം. ദുരിതം അനുഭവിക്കുന്നവരെ സ്നേഹവും ദാരിദ്ര്യവും സമാധാനത്തോടെ വസിക്കാനുള്ള പുൽത്തൊട്ടിയാക്കി നമുക്ക് മാറ്റാം. എളിമയുടെയും സ്നേഹത്തിന്റെയും ആ പുൽത്തൊട്ടിയിൽ പിറന്ന ഉണ്ണിയേശു നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി.